ഈ ജീവിനെ കണ്ട, ചെറിയൊരു ജീവി. ഇത് ഞാൻ ഫസ്റ്റ് വിചാരിച്ചു എട്ടുകാലിയാണെന്ന്. അപ്പോൾ കാല് ഞാൻ എണ്ണിയപ്പോൾ 6 അപ്പോൾ 6 കാലി എന്ന് പറഞ്ഞ ഒരു ചെറിയ ജീവി ഉണ്ടാവുമോ, ഉണ്ടല്ലേ? അതാണ് ഈ സംഭവം കേട്ടോ. ഇത് ഞാൻ 8 കാലി വെച്ച് പിടിക്കാൻ നിന്നപ്പോൾ പറന്ന് പോയത്, ഭയങ്കര സ്പീഡ്. ഞാൻ എൻ്റെ ഓരോ നീക്കങ്ങളും ആളിങ്ങനെ മനസ്സിലാക്കുകയാണ്. എൻ്റെ ക്യാമറ ഒന്ന് ചലിച്ചാൽ മൂപ്പര് ഒന്ന് ബാക്ക് വെക്കും, കണ്ട. അവൻ്റെ വിരൽ ചെറുതായിട്ട് നനങ്ങിയാൽ മതി, അപ്പം മൂപ്പര് ബാക്കിൽ വെക്കും. ഭയങ്കര കേട്ടോ. ഇത് ഇങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങൾ കാണുമ്പോഴേ നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. ഞാൻ ക്യാമറ ഇങ്ങനെ അടുത്ത് വന്നപ്പോഴേ ആളും എല്ലാം വലിഞ്ഞു മാറുകയാണ്. കണ്ട, എന്തൊക്കെ വായിൽ എടുക്കുകയാണ്, വായിൽ കഴിക്കാൻ നിൽക്കണം അറിയില്ല. ഫോക്കസ് ഔട്ടാകുമ്പോഴേ കാണാൻ പറ്റില്ല. അത് വല്ലാത്ത സംഭവമാണ്. ഞാൻ വെറുതെ നോക്കിയപ്പോൾ ഒരു സാധനത്തെ കണ്ടതാ പോലും. ആളങ്ങോട്ട് ചാടാനോ, ഞാൻ ആദ്യം വെച്ച് അങ്ങോട്ട് ചാടാൻ നിൽക്കുമെന്ന്, പക്ഷെ ആൾ പറന്നാ പോയത്. എൻ്റെ ക്യാമറയുടെ നീക്കം കണ്ടപ്പോൾ ആൾ എന്തൊക്കെയോ ഉടായ്പും കൊണ്ട് വരാമെന്ന് വിചാരിച്ചിട്ടേ എല്ലായിടത്തും എസ്കേപ്പ് ആകുന്നുണ്ട്. മതിലിൻ്റെ താഴത്തേക്ക് നിൽക്കണം. ഇതൊരു മതിൽമേൽ നിൽക്കേണ്ട. അപ്പോൾ കണ്ടപ്പോൾ ഒന്ന് എടുത്തതാണ്. എല്ലാവരും 8 കാലിൽ നിന്ന് കേൾക്കും, ഇതിപ്പോൾ 6 കാലിയാണ്. എന്താ മുമ്പൊരു ഭക്ഷണം കഴിച്ചിട്ടാണ് എന്താ. ഞാൻ രാവിലെ അവിടെ ഇളനീര് വെട്ടി വെച്ചിരുന്നു. അതിന് ചെറിയ വേസ്റ്റുകൾ ഉണ്ടാവും, ചിലപ്പോൾ അത് കഴിക്കുകയാണോ എന്ന് ഡൗട്ടുണ്ട്. ഇതെടുത്ത സമയം ഒരു 3-4 മണി കഴിയണേ. അപ്പോൾ അതെന്തായാലും അതിൻ്റെ ഒരു സംഭവം ഉണ്ടാവുമല്ലോ. എൻ്റെ നീക്കം പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ഞാൻ എന്താണോ ചെയ്യുന്നത് അത് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് ആൾ. അപ്പോൾ ഈ വൈബ് മീഡിയ യൂട്യൂബ് ചാനൽ ഇങ്ങനെ ഓരോ വെറൈറ്റികൾ വരും കേട്ടോ. അപ്പോൾ കണ്ട മൂപ്പര് എസ്കേപ്പ് ആകുന്നു. ആ സൈഡിലേക്ക് മെല്ലെ, അഥവാ വല്ല അറ്റാക്കും വരികയാണെങ്കിൽ ചാടാമെന്ന് വിചാരിച്ചിട്ട്, പറക്കാതെ വിചാരിച്ചിട്ട് ഭയങ്കര ശ്രദ്ധയോടെ നോക്കുകയാണ് എന്താണ് ഈ വരുന്നത് വെച്ചിട്ട്. ക്യാമറയും കൊണ്ട് അതിനുള്ളത് അപ്പിട്ടോ എന്ന് ഡൗട്ടുണ്ട്. അത് വീഡിയോ കിട്ടിയിട്ടില്ല, പേടിച്ചിട്ടാണ് എന്താ അറിയില്ല. ആള് ഭയങ്കര സൂക്ഷ്മത കണ്ട, സൂക്ഷ്മതയോടെ ആടെ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഫോക്കസ് ഔട്ട് സെറ്റ് കണ്ട, ആൾ ഇറങ്ങി അങ്ങോട്ട് ഇറങ്ങി. വല്ലാതെ ഇറക്കുമ്പോൾ ചിലപ്പോൾ ഫോക്കസ് ആണ് പോവുകയാണ്. അതെങ്കിലും ഒരു സാധനം സൂം ചെയ്ത് ഫോക്കസ് ചെയ്യുമ്പോഴേ പിന്നെ ആ സാധനം ഇളക്കി കഴിഞ്ഞാൽ ഔട്ടാവുമല്ലോ. അല്ല മൂപ്പര് ഇറങ്ങിക്കണേ, ആ മതിലിൻ്റെ ആ സൈഡിലേക്ക് ഇറങ്ങിക്കണ പോകും. എന്തോ കഴിക്കുന്നുണ്ട്, എന്തോ സംഭവം കാണിക്കുന്നുണ്ട്. സെറ്റാകും വല്ല എന്താ പറയുക, നമ്മളെ ആക്രമിക്കാൻ വരുന്ന എന്തെങ്കിലും ജീവിയാണ് വെച്ചിട്ട് മൂപ്പര് അതിലുള്ള തയ്യാറെടുപ്പ് എടുക്കാവും. ഒളിച്ചെന്നു അങ്ങോട്ട് ഇറങ്ങി, നമുക്ക് ഫോക്കസ് കിട്ടില്ല. അങ്ങോട്ട് ഇറങ്ങി കണ്ട ഒളിച്ചിട്ടുണ്ട്. ഞാൻ പിടിക്കാണ്ട് ചെന്നപ്പോൾ ആൾ പാറിപ്പോകും. എന്തായാലും നമ്മൾ കാണാത്ത കുറേ ജീവികൾ ശരിക്കും പ്രകൃതിയിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റാത്ത ഒരുപാട് സംഭവങ്ങൾ കാണാൻ പറ്റും. ഓരോ ജീവികളും ആളവിടെ തന്നെ ഉണ്ട്. പിന്നെ പറന്ന് പോയിട്ട് ഞാൻ കൂടുതൽ അടുത്ത്